നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തണമെന്ന് മുനാഫിക്കുകളോട് റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോ അവൻ തിരിഞ്ഞു നടന്നു. ലവ്വറൂസഹും, അവരുടെ തലകളെ തിരിച്ചു കളഞ്ഞു ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല മുഅ്മിനീങ്ങളുടെ ലക്ഷണം വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്. ഖുർആൻ പറയുന്നു, എതിര് പ്രവർത്തിച്ച അഥവാ കുറ്റം ചെയ്തു പോയ പാപം ചെയ്തു പോയ ആളുകൾ അവരോടി വരും നബിയേ. ഇല്ലലമു അൻഫുസഹും ജാഊക, അങ്ങയുടെ അടുക്കൽ അവർ വരും നബിയേ. ഫസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ ചോദിക്കും അങ്ങയുടെ അടുക്കൽ വന്നിട്ട്. പോരാ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പൊറുക്കലിനെ ചോദിക്കും, ശുപാർശ ചെയ്യും. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവർക്ക് അല്ലാഹു തആല തൗബ സ്വീകരിച്ച് വലിയ കരുണ ചെയ്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ അതിനെതിരെ നബി തങ്ങളുടെ അടുക്കലെത്താൻ പാടില്ല. തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, നിങ്ങൾക്ക് റസൂലുള്ള പൊറുക്കലിനെ ചോദിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരൂ. മുനാഫിക്കുകളോട് പറയുമ്പോ ഖുർആനിൽ പറയുന്നു ലവ്വറൂസഹും, അവരതാ അവരുടെ തലകളെ തിരിച്ചുകൊണ്ട് മുഹമ്മദിന്റെ അടുക്കലേക്ക് വരാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹ് കൽപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന ബോധമില്ലാതെ ആദം നബിക്ക് സുജൂദ് ചെയ്യില്ലെന്ന് പറഞ്ഞ ഇബ്ലീസിയൻ ചിന്താഗതിക്കടിമപ്പെട്ടുകൊണ്ട് അവർ തിരിച്ചു പോകും നബിയെ. അവരുണ്ടാക്കുന്ന നല്ല പള്ളിയടക്കം അവിടുന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുക്കണ്ട, അത് മസ്ജിദുൽ ഇറാറാണ്. ഇവരോ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നാളെ നരകത്തിന്റെ താഴെ തട്ടിൽ അതികഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭൂതമാകുന്നവരാണ്. ആ മുനാഫിക്കുകളെ പറഞ്ഞത് അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന വാദം ഇബ്നു അബ്ദുൽ വഹാബ് പ്രഖ്യാപിക്കുകയാണ്. എന്തിനധികം പിന്നീട് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, 2 കാണിയുള്ളൊരു വടി അയാളുടെ കയ്യിലുണ്ടായിരുന്നു പോൽ. ആ വടി കൊണ്ട് എനിക്ക് കാലികളെ തീറ്റാം, ഇഴജന്തുക്കളെ ആട്ടിപ്പായിക്കാം, വിശ്രമത്തിനൽപ്പം ഇരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് ധിക്കാരത്തോടെ മുഹമ്മദേ നിനക്കിതിനൊന്നും കഴിവില്ല, ഈ വടിക്ക് അതിനേക്കാളും കഴിവുണ്ടെന്ന് പറഞ്ഞ് ആ 2 കാണിയുള്ള വടിയിലേക്ക് ഇരുന്നു പോകുമ്പോ ഒരു കാണി ഒടിഞ്ഞ് ഒരു കാണി പിൻദ്വാരത്തിലൂടെ മുകളിലേക്ക് കയറി ചത്തുപോയ ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരം ആളിനെ ഈ അടുത്ത കാലം വരെ വടി വിഴുങ്ങി വഹാബി എന്നാണ് മുജാഹിദിനെ അറിയപ്പെട്ടത്. പിന്നെ സലഫിയും ഇസ്ലാഹിയും ഒക്കെയായി പേര് മാറ്റി തൽക്കാലം രക്ഷപ്പെട്ടതാൽ അവര് പറയുന്ന ഏറ്റവും വലിയ അടിസ്ഥാനം ഈ പരിശുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് മാറാനാണ്. പാരമ്പര്യത്തിന്റെ കണ്ണി പൊട്ടിയോ യുക്തിവാദികളെ പോലെ അവനവന്റെ മരവിച്ച യുക്തിയും ലിമിറ്റേഷനുള്ള യുക്തിയും വെച്ചുകൊണ്ട് അവൻ അളന്നു തിട്ടപ്പെടുത്തിയതെന്തും പ്രമാണമായി ഈ ലോകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കും. അത് യഥാർത്ഥ പ്രമാണവുമായി പുലബന്ധം പോലും ഉണ്ടാവുകയില്ല. അതാണ് ലൗലൽ ഇസ്നാദ്, ഇസ്നാദാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പാരമ്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പാരമ്പര്യം നഷ്ടപ്പെട്ടാൽ, പരമ്പരയുടെ ചരട് പൊട്ടിച്ചാൽ ആർക്കും എന്തും പറയാം, അവന് തോന്നിയതുപോലെ പ്രസംഗിക്കാം, അവന് തോന്നിയതുപോലെ എഴുതാം, അവന് തോന്നിയതുപോലെ പ്രവർത്തിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ ബിദ്അത്തിന്റെ ആളുകൾക്ക് മുഴുവനും സംഭവിച്ചു പോയത്. അബുൽ ലൈല മൗദൂദി പറഞ്ഞു, ഇന്നലെ വരെയുള്ളവർ പിഴച്ചുപോയി, ആജ് ഏക് നവ മുസ്ലിം ഹേ, ഞാൻ ഇന്നൊരു പുതിയ മുസ്ലിമാണ്. അയാളുടെ പ്രഖ്യാപനം അതായിരുന്നു. 18 വയസ്സാകുമ്പോ 15 വയസ്സാകുമ്പോ വീണ്ടും ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായ ഉമ്മക്കും വാപ്പക്കും പിറന്ന് മുസ്ലിമായി വളർന്നു വന്ന കുട്ടിയും ഷഹാദത്ത് കലിമ ചൊല്ലി വീണ്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം പോൽ മൗദൂദിയോട് തിരിച്ചു ചോദിച്ചു, ഇടയ്ക്ക് വെച്ച് മരിക്കുന്ന കുട്ടി മുസ്ലിമോ കാഫിറോ? ഉത്തരം മുട്ടി. അടക്കേണ്ടത് മുസ്ലിം മക്ബറകളിലോ അതല്ലെങ്കിൽ വേറെ സ്ഥലത്തോ? ഉത്തരം മുട്ടിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ലോകത്ത് അവരവരുടെ യുക്തിക്കനുസൃതമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മതമല്ല പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന് അടിസ്ഥാനമുണ്ട്, പ്രമാണമുണ്ട്. വള്ളിപുള്ളി വിസർഗത്തിന് വൈജാത്യം വരാത്ത പണ്ടേ ഉള്ള വിശുദ്ധ ഖുർആൻ ഇന്നും മാറ്റമില്ലാതെ നിത്യശോഭയോടെ നിലകൊള്ളുന്നുണ്ട്.
ഈ അവസ്ഥയാണ് ആയിരങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതെങ്കിൽ തോരാതെ അവരൊക്കെ പുകഴ്ത്തി പറയുമ്പോ ബിദ്അത്തിന്റെ ആളുകൾ അതിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ അതാ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിഖരങ്ങൾ അവരെ മുറിച്ചു കളയുകയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായും പരിശുദ്ധ ഇസ്ലാമിനെ, ഈമാനിനെ ആ ശുദ്ധമായ പരമ്പരയിലൂടെ വ്യക്തമായി മനസ്സിലാക്കി വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള മഹാന്മാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരന്റെ അച്ചാരം പറ്റി മേക്ക് മീ കൺവിൻസ്ഡ് ദാറ്റ് എവരി ഇന്റലിജന്റ് ലവർ ഓഫ് ഇന്ത്യ വുഡ് ലോയലി ആൻഡ് ഹാർട്ട്ലി കോപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് പീപ്പിൾ ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇറ്റ്സെൽഫ്. രാജ്യ താൽപര്യത്തിന് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കണമെന്ന് പ്രഖ്യാപിച്ച ആളുകളോട് കൂടിച്ചേർന്ന് നിന്ന് അതാ ഒരു വേള ബ്രിട്ടീഷുകാരന് ഖിദ്മത്തെടുക്കണമെന്ന് പറഞ്ഞ ഇവരെ സമൂഹം ആട്ടിപ്പായിച്ച് മധ്യ കേരളത്തിൽ പോയി ഒളിച്ചിരുന്ന് പിന്നെ പർദ്ദയിട്ടുകൊണ്ട് പതുക്കെ അവിടുന്ന് ഒളിച്ച് കടന്നു വന്നിട്ടാണ് ബിദ്അത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പരസ്യവുമായി പ്രബോധനവുമായി നടന്നത്. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരനാണ് അടിസ്ഥാനപരമായി ഖാദിയാനി മതം ഇംഗ്ലീഷിലാണ് വഹി വന്നതെന്ന് മീർസാ ഗുലാം പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ വഹി വരണമെങ്കിൽ ആരാണ് അതുണ്ടാക്കിയതെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ മട്ടാഞ്ചേരിയിൽ ഒളിച്ചിരുന്ന മുജാഹിദ് മൗലവിമാർ അവരാരെയാണ് പ്രമാണമായി കണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊന്നും അടിസ്ഥാനമില്ലാത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 75-80 കൊല്ലക്കാലം ഇവിടെ കോടിക്കണക്കിന് രൂപയും സർവ്വ പ്രലോഭനങ്ങളും കൊടുത്തിട്ടും ഖാദി മുഹമ്മദ് മുസ്ലിയാരെ സ്നേഹിച്ചവർ, അതുപോലെ മമ്പുറം തങ്ങളെ സ്നേഹിച്ചവർ, ഉള്ളാളത്തെ സയ്യിദ് മദനി തങ്ങളെ സ്നേഹിച്ചവർ, മുമ്പോൽ തങ്ങളെ സ്നേഹിച്ചവർ, ഈ പള്ളികളായ പള്ളികളിലെല്ലാം ആദരവോടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ മുഴുവനും വളരെ വ്യക്തമായി കണ്ടു മനസ്സിലാക്കിയവർ, അവരുടെ മുന്നിൽ ഇത്തരത്തിലുള്ള തുരുപ്പ് ചീട്ടുകൾ വേവാതെ മാറ്റിക്കളയുമായിരുന്നെങ്കിൽ ഇന്ന് ആധുനികതയുടെ പളപളപ്പിൽ ഈമാനികമായ കുറവ് സംഭവിക്കുമ്പോ എല്ലാം ഒന്ന് കേട്ടുനോക്കട്ടെ എന്നെങ്കിലുമുള്ള അഡ്ജസ്റ്റ്മെന്റൽ തിങ്കിങ്, ഒരു പ്രത്യേക ചിന്താഗതി കടന്നു വന്ന് ആളുകൾ അപകടത്തിലേക്ക് പോകുന്നുവെങ്കിൽ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും റസൂലിനും ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. മുഅ്മിനീങ്ങൾക്കും ഇവിടെ അന്തസ്സുണ്ടാകും, പക്ഷേ മുഅ്മിനിന് മാത്രമേ ഉണ്ടാകൂ. ഈമാൻ തെറ്റിപ്പോകുന്ന വിഭാഗത്തിന് അത് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വ്യക്തമായി മനസ്സിലാക്കി അഹ്ലുസുന്നത്തി വൽ ജമാഅയെ അറിഞ്ഞ് അതിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകണം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇസ്ലാം പാരമ്പര്യമില്ലാത്തതിന്റെ പേരിൽ തോന്നിയവർക്ക് തോന്നിയതുപോലെ പറയാമെന്നതുകൊണ്ട് പറഞ്ഞു വന്നപ്പോൾ ആര് മരിച്ചാലും അടക്കും, അടക്കാതെ വെച്ചിരുന്നാൽ ചീഞ്ഞു നാറും. അതുകൊണ്ട് മുഹമ്മദ് നബിയെയും കൂടുതൽ നാള് വെച്ചിരിക്കാതെ അടക്കി എന്ന് പച്ച മലയാളത്തിൽ എഴുതിവിടാൻ യാതൊരു എളുപ്പം തോന്നിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വരെ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ അതാ പോരായ്മ ചെയ്തവരാണ്, വീഴ്ച വരുത്തിയവരാണെന്ന് പച്ച മലയാളത്തിൽ എഴുതിവിടാൻ ഒരു ഇസ്ലാമിക വിരുദ്ധ ചേരിയിലുള്ള വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ തന്നെ വർഗീയവാദിയായ ഒരു മനുഷ്യൻ പോലും തയ്യാറായിട്ടില്ല. പക്ഷേ ഇവരതിന് തയ്യാറായി. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പ്രഖ്യാപിച്ചു. സഹാബത്ത് കരിഞ്ചന്ത ദീനിൽ വരുത്തിയവരാണെന്ന് പ്രഖ്യാപിച്ചു. ഒരേ ആശയത്തിലേക്ക്, ഒരേ ആശയത്തിന്റെ രൂപീകരണത്തിലേക്ക് ഒക്കെ നമ്മളെ നയിച്ച മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഐക്യത്തോടെ പരമ്പരാഗതമായി ഏറ്റുവാങ്ങിയ ആ വിശുദ്ധ ദീനിൽ ഒരേ കേന്ദ്രമായ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് ഒരേ ഭാഷയായ അറബി ആരാധനാ കാര്യങ്ങളിൽ ഔദ്യോഗികമായി നിർവഹിച്ചു പോരുന്ന മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ഖുതുബ എന്ന 2 റക്അത്ത് നിസ്കാരത്തിന് പകരമുള്ള 4 റക്അത്ത് ളുഹറിന് പകരം വെള്ളിയാഴ്ച 2 റക്അത്ത് നിസ്കാരത്തോടൊപ്പം 2 റക്അത്തിന് പകരം ഉപയോഗിക്കുന്ന ഫർദായ ആ ദിക്ർ, ആ പ്രത്യേകമായ ദിക്ർ, ഫർദും സുന്നത്തുമായ എല്ലാ ദിക്റും അത് അറബിയിൽ തന്നെയാകണമെന്ന്
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ അറബിയിലുള്ളത് മലയാളത്തിലാക്കിയെടുക്കാനുള്ള ഗൂഢമായ ശ്രമം നടത്തി കമ്പോള നിലവാര ബുള്ളറ്റിൻ അവതരിപ്പിക്കുന്ന വേദികളായി മെഹ്റാബുകളെ അതപ്പതിപ്പിച്ചു, മിമ്പറുകളെ അതപ്പതിപ്പിച്ചു. അതുപോലെ തേളുകുത്തിയതുപോലെ ചാടി എഴുന്നേറ്റോടുന്ന പദ്ധതി മാലിക് ദീനാർ തങ്ങളോ ഖാദി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു മർഖദഹുവോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ലേഡീസ് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് പള്ളികളിൽ ഉണ്ടാക്കണമെന്ന പിന്തിരിപ്പൻ വാദം അവരാരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ കാസർഗോഡ് മുതൽ ഞങ്ങളുടെ കൊല്ലം ജില്ല വരെ 10 പള്ളികൾ വരെ പണിത് ഈ സമൂഹത്തിന് സമ്മാനിച്ച് അള്ളാഹുവിന് ഇബാദത്തെടുക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ചെയ്തു തന്നിട്ടാണ് മഹാന്മാരായ മാലിക് ദീനാർ തങ്ങളും കൂട്ടരും ഈ രാജ്യത്ത് നിന്ന് പ്രബോധന ദൗത്യം അവസാനിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അന്നു മുതൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ തനിമയെ നശിപ്പിക്കാനും അതിന് പ്രലോഭനത്തിന് കോടികൾ ചെലവഴിക്കാനും തയ്യാറായ വിഭാഗങ്ങളോട് ഇവിടുത്തെ മുഴുപട്ടിണിക്കാരായ മുഅ്മിനീങ്ങൾ വരെ അടുക്കാതിരിക്കുകയും പൈസയും അരിയും ആടും പോത്തും ഞങ്ങളുടെ ഈമാനിന് പകരമായി വെക്കാൻ ഞങ്ങളില്ല. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ഇതാണ് വ്യക്തമായ ദർശനമെന്ന് മനസ്സിലാക്കിയ ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനുയായികൾ ഇക്കാലമത്രയും അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും കടന്നവർ വരെ ഈമാനിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കാലഘട്ടം വളരെ വഷളാണ്. ഇന്ന് ഇസ്ലാമിന്റെ തനിമയിൽ അടിയുറച്ചു നിൽക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാലഘട്ടമാണ്. ധാർമ്മിക രംഗത്ത് അധപ്പതനങ്ങളുടെ കൂത്തരങ്ങായി മാറി അധാർമികതയ്ക്ക് സ്റ്റാറ്റസ് കൽപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക വേളയിലാണ് നാം ഉള്ളത്. 2-3 ദിവസം കഴിയുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന ആഘോഷിക്കുന്ന ഒരു വൃത്തികെട്ട രാത്രി വരാനുണ്ട്. ആഘോഷത്തിമർപ്പിൽ ഈ രാജ്യത്ത് കുടിച്ചു നശിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് അഥവാ 1/2 കോടി വീതമുള്ള തുകയ്ക്കാണ് ഓരോ താലൂക്കിലും കള്ളൊഴുക്കി തീർക്കുന്നത്. ആ ഒരൊറ്റ രാത്രിയിൽ നാം മനസ്സിലാക്കണം, അതിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കാൻ മുസ്ലിം പോക്കറ്റുകളായ താലൂക്കുകൾ വരെ 2008 തിരൂരും പൊന്നാനിയും ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ 2009 അതാ അവിടെയും മുസ്ലിം ബെൽറ്റുകളുള്ള നാടുകൾ പറഞ്ഞു കേൾക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത്ര വലിയ വഷളായ നിലക്ക് മദ്യമൊഴുകിക്കൊണ്ടിരിക്കുന്ന, മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന, എന്തിനധികം പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമ ഇവിടെ നിലനിർത്താൻ മാലിക് ദീനാർ തങ്ങൾ വന്ന് കാലുകുത്തി അവരുടെ പടയോട്ടം കൊണ്ട് ധന്യമായ കാസർഗോഡ് ജില്ല പോലും, കാസർഗോഡ് ജില്ലയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുബ്ഹാനല്ലാഹ്, കല്യാണ വീടുകളിൽ പോലും സൽക്കാരത്തിന് ഒരൽപ്പം മദ്യം വിളമ്പുന്ന ശൈലി ചില മേത്തന്മാരുടെ വീടുകളിൽ പോലും, അഥവാ ചില കാക്കാമാരുടെ കല്യാണ വീടുകളിൽ പോലും നടന്നു വരുന്ന വലിയ മുസീബത്തിന്റെ കാലഘട്ടമാണ്. അല്ലാഹു തആല വിടുകയില്ല. മുൻഗാമികളിൽ നിന്ന് പാഠം പഠിച്ചു കൊള്ളണം. അല്ലാഹു തന്ന വീട്ടിനകത്ത്, അല്ലാഹു തന്ന കാർ ഉപയോഗിച്ച് യാത്ര ചെയ്ത് പടച്ച റബ്ബിന്റെ ഔദാര്യമായ നിന്റെ കാലും കൈയും കണ്ണും മുഖവും നിന്റെ മസ്തിഷ്കവും ഉപയോഗിച്ച് അഹങ്കാരത്തിന്റെ ധൂർത്തുമായി നീ ദുനിയാവിൽ നടന്നാൽ അല്ലാഹു തആല ഒരു നിമിഷം അവൻ തീരുമാനിച്ചാൽ കുൻ ഫയകൂൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, താരടാ കാലെന്ന് പറഞ്ഞാൽ നിന്റെ കാല് പൊങ്ങില്ല. സുനാമി അടിച്ചു വീശിയപ്പോ ജീവനും കൊണ്ടോടിയവരവിടെ പോയി. സഹോദരങ്ങളെ, സുമാത്രയിൽ തുണിയുരിഞ്ഞിട്ട് കടലിലേക്കിറങ്ങി ഉല്ലസിച്ചാടിയവർ തുരുതുരാ സുനാമിക്ക് വിധേയമായി ശവപ്പറമ്പായി മാറിയില്ലേ? ഇതൊക്കെ പഠിക്കാൻ ഇനിയും പാഠമില്ലാതെ മാലിക് ദീനാറിന്റെ പടയോട്ടം കൊണ്ട് ധന്യമായ ഈ പരിശുദ്ധമായ ഭൂമി മലീമസമാക്കുമാർ കല്യാണം നിന്റെ മകളെ അല്ലാഹു തന്നതാണ്. ആ മകളെ കെട്ടിക്കാനുള്ള സ്വത്ത് പടച്ച റബ്ബാണ് നിനക്ക് തന്നത്. ഈ ബോധം പോലുമില്ലാതെ മകന്റെയോ മകളുടെയോ കല്യാണ വീടുകളിൽ എന്തൊക്കെയാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധൂർത്തിനെതിരെ നമ്മൾ പ്രസംഗിക്കുന്നവരാണ്, നമ്മൾ പ്രമേയം പാസാക്കുന്നവരാണ്.
നമ്മൾ നടപ്പിലാക്കുന്നവരാണ്. അതേസമയം അവരവരുടെ വീട്ടിലെ വിശേഷങ്ങൾ വരുമ്പോ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പെരുമാറുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ചിലപ്പോ കുമ്പളയിൽ കാണൂല, കാരണം എനിക്ക് ഇവിടുന്ന് വയത് കഴിഞ്ഞ് പോണ്ടേ, അതുകൊണ്ട് കുമ്പളയെ ഞാൻ പറയുന്നില്ല. കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കല്യാണത്തിന്റെ എൻഗേജ്മെന്റ് അഥവാ പറഞ്ഞ് വാക്കുറപ്പിച്ച ശേഷം ഒരു ടൂറിന് പോകുന്ന പോലോ ആ പെണ്ണും ചെറുക്കനും കൂടി നിക്കാഹ് എന്ന ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഒരു ടൂറിന് വേണ്ടി പോകുന്നു. ആ ടൂറിന് പോകുമ്പോ ചെറുക്കനും പെണ്ണും ഒട്ടിച്ചേരാതിരിക്കാൻ വാപ്പയും ഉമ്മയും കോന്തന്മാരും കോന്തികളുമായി കൂടെ നടക്കുന്നു. ഒരു പെണ്ണും ചെറുക്കനും 17ന്റെ ത്രസിപ്പിൽ നിന്ന് അല്ലെങ്കിൽ 18ന്റെ ത്രസിപ്പിൽ നിന്നുകൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോ നാളെ ഞങ്ങൾ ഒരുമിക്കാനുള്ളവരാണ് എന്ന ബോധം കൂടി അവർക്കൊരു നിർഭയത്വത്തിന്റെ ഭാഷയിൽ ഇബ്ലീസ് നൽകുമ്പോ അവരേത് കണ്ണ് വെട്ടിച്ചാണ് തോന്നിവാസം നടത്താത്തത്. ചിലർ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 4 മാസം മുമ്പേ നിക്കാഹ് നടത്തി തടി സലാമത്താക്കിയവർ ചില ഭാഗം ഉയർന്നതിന്റെ പേരിൽ ഇവിടെ നടന്നിട്ടുണ്ടെന്നത് കാസർഗോഡിന്റെ നാണക്കേടായി മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയറൂരി വിടും പോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെ അല്ലാഹു തആല ഇങ്ങനെ അയച്ചയച്ച് വിട്ടുതരും. എല്ലാ സമ്പത്തും എല്ലാ പ്രൗഢിയും എല്ലാ ആഢ്യത്വവും എല്ലാ സൗകര്യവും സൗന്ദര്യമുള്ള മക്കളും എല്ലാം പടച്ച റബ്ബ് തരും. അവസാനം ഒരു പിടുത്തം പിടിച്ചാൽ ലാ നജാത്ത്, ഒരു രക്ഷയും പിന്നെ ഉണ്ടാകില്ല. അല്ലാഹുവിന്റെ പിടുത്തം വന്നാൽ ഒരു പ്രശ്നവും പിന്നെ പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ശനിയാഴ്ച ദിവസം മീൻ കൂടുതൽ കിട്ടുമെന്ന് കരുതി അല്ലാഹുവിന്റെ പ്രഖ്യാപനം ധിക്കരിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയി. ആ കൗമിനെ മാത്രമല്ല, അരുത് അരുതെന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ധൈര്യമുള്ള ആളുകൾ അവരെ മരവിച്ചു നിന്നതിന്റെ പേരിൽ അവരെയും കൂടി കൂട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. കൂനൂ ഖിറദത്തൽ ഖാസീൻ, പല്ലിളിക്കുന്ന കുരങ്ങന്മാരായിക്കോ. അല്ലാഹുവിന്റെ റസൂല് ദുആയിരുന്ന് കോലം മറിക്കലിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുത്തി. ആഖിറത്തിലേക്ക് ശിക്ഷ ബാക്കി വച്ചില്ലായിരുന്നെങ്കിൽ ദുനിയാവിൽ ഈ കാണിക്കുന്നവൻ കോലം മറിഞ്ഞ് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഐബായി നടക്കുമായിരുന്നു. നബി തങ്ങളുടെ കരുണ, തൗബ ചെയ്യാൻ ഒരു അവസരം കൊടുക്കാൻ അല്ലാഹുവിനോട് കരഞ്ഞു ദുആയിരുന്നു. അതിന്റെ ഫലമാണ് അഹങ്കാരം കാണിക്കുന്നവൻ വീണ്ടും കാലുറച്ച് ഈ ഭൂമിയിൽ നടക്കുന്നതെന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുടെ സമൂഹമാണിത് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരളിന്റെ കഷ്ണമായ മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബീവിക്കൊരു ഭർത്താവിനെ വേണം കല്യാണം കഴിച്ചു കൊടുക്കാൻ. ഫാത്തിമയെ കല്യാണം കഴിപ്പിക്കണമെന്ന ആഗ്രഹം പ്രവാചകരുടെ മനസ്സിൽ രൂപപ്പെട്ടത് മുതൽ സിദ്ദീഖുൽ അക്ബർ എന്ന ഒന്നാമത്തെ മുഅ്മിൻ മുതൽ അതാ കടന്നു വരികയാണ്. ഫാത്തിമാനെ കല്യാണം കഴിപ്പിച്ചു തരുമെങ്കിൽ തരട്ടെ എന്ന ആഗ്രഹത്തോടെ റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ഫാത്തിമ എന്ന കരളിന്റെ കഷ്ണത്തെ കല്യാണം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് പലരും വന്ന് കല്യാണം ആലോചിച്ചു. നബി തങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അലിയാര് തങ്ങൾ വന്ന് ചോദിച്ചു. അലിയാര് തങ്ങളോട് പറഞ്ഞു, ഫാത്തിമ നിനക്കുള്ളതാണ് അലിയേ. അലി റളിയല്ലാഹു അൻഹുവിനെ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സിദ്ദീഖുൽ അക്ബർ പോയിട്ട്, ഉമറുൽ ഫാറൂഖ് പോയിട്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പോയിട്ട്, കുമ്പളക്കാരുടെ പേരല്ല, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അവരൊക്കെ പോയിട്ട് ആ കല്യാണം കഴിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അലിയാർ തങ്ങൾ വന്നപ്പോ അലിയെ നിനക്കുള്ളതാണെന്ന് മറുപടി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വന്ന് കല്യാണം കഴിക്കുകയാണ്. നിക്കാഹ് നടത്തി. പ്രഥമ രാത്രിയിൽ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മണിയറയിലേക്ക് എത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നേതാവും ജേതാവുമായ മുഹമ്മദ് മുസ്തഫ, പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ലിൽ ആശിഖീൻ, ശഫീഉൽ മുദ്നിബീൻ, മുഹമ്മദുർ റസൂലുള്ളാഹ്
തങ്ങളുടെ കരളിന്റെ കഷ്ടമായ മകള് ഫാത്തിമ ആ വീടിന്റെ മണിയറയ്ക്കകത്ത് കട്ടിലിരുന്ന് കരയുകയാണ്. ആ സമയത്ത് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്തിനാണ് കരയുന്നത് ഫാത്തിമ? ഇന്നലെ വരെ റസൂലുള്ളാഹിന്റെ കരങ്ങളിൽ ഏറെ സുരക്ഷിതയായിരുന്ന നീ, ഈ പാവപ്പെട്ട അലിയന് സമ്പത്തില്ല, ഈ പാവപ്പെട്ട അലിയന് ധനത്തിന്റെ വലിയ കൂമ്പാരമില്ല, സാമ്പത്തിക രംഗത്ത് പിന്നോക്കമുള്ള അലിയന്റെ കരങ്ങളിൽ അത്രയേറെ സുരക്ഷിതയല്ലല്ലോ എന്ന് ചിന്തിച്ചാണോ കരയുന്നതെന്ന് പ്രഥമമായ വേളയിൽ കണ്ടുമുട്ടുന്ന ബീവി ഫാത്തിമാന്റെ കരച്ചില് കണ്ടുകൊണ്ട് വല്ലഭനായ ഭർത്താവായ അലി തങ്ങൾ ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് മറുപടി ബീവി ഫാത്തിമ പറയുകയാണ്, ലോകൈക രാജാവ് ചക്രവർത്തിയുമായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കരളിന്റെ കഷ്ണം രാജകുമാരിയായ ഫാത്തിമ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കാന്ത, പ്രിയപ്പെട്ട പ്രാണനാഥ, എന്റെ പ്രിയപ്പെട്ട വല്ലഭ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കരയുന്നത് അതിനു വേണ്ടിയല്ല. ഞാൻ കരഞ്ഞത് ഇന്നലെ വരെ നബി തങ്ങളുടെ കരങ്ങളാൽ, എന്റെ ഉപ്പയുടെ കരങ്ങളാൽ ഞാൻ സുരക്ഷിത. ഇന്നു മുതൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആലിമായ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതത്വമുള്ളവളാണ്. പക്ഷേ നാളെ മഹ്ശറയിൽ, നാളെ ആഖിറത്തിൽ ആരുടെ കരങ്ങളിലാണ് എന്റെ സുരക്ഷിതത്വം ഉണ്ടാകുക എന്ന് ചിന്തിച്ചാണ് ഞാൻ കരയുന്നതെന്ന് അതാ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ. സ്വർഗത്തിന്റെ വനിതകളുടെ നേതൃത്വമല്ലയോ ഫാത്തിമാന്റെ കൈപിടിച്ച് മുത്തിയല്ലേ ഉമ്മമാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കേണ്ടത്? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീരത്വത്തിന്റെ നേതാവാണ് എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ച കരള്, ആ കരളിന്റെ കഷ്ടവും കരളിന്റെ കരളുമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ദുനിയാവിലൊരൽപ്പ സുഖം കിട്ടുന്ന ആ വൈവാഹിക ജീവിതത്തിന്റെ ചടങ്ങുകൾക്കിടയിൽ ഇസ്ലാം മറന്നുപോയോ പെണ്ണെ? ഇസ്ലാം മറന്നുപോയോ ചെറുക്ക? നീ അതാ ഉച്ചക്ക് ബിരിയാണി വിളമ്പുന്നു, രാത്രിയാകുമ്പോ അല്പ ബിയർ കുടിച്ചില്ലെങ്കിൽ ഇവൻ ഇവിടുത്തെ ആഠ്യത്വമുള്ളവനാകില്ല, ഇവിടുത്തെ മുതലാളിയുടെ മകനാകില്ല, ഇവിടുത്തെ പ്രമാണിയുടെ മോനാകില്ല, ഇവിടുത്തെ പവറുള്ള കല്യാണമാകില്ല. പടച്ചറപ്പിന്റെ മുന്നില് തുണിയില്ലാതെ നിർത്തുന്നൊരു ദിവസമുണ്ട്, അത് മനസ്സിലാക്കിക്കൊള്ളണേ. 5000 രൂപയുടെ ചെരുപ്പ് അന്ന് നിന്റെ കാലിലില്ലടാ. സിനിമാ സ്റ്റൈലിലുള്ള ആളുകളുടെ ആ പ്രത്യേക ഫോളോവറായി, അതിന്റെ പിന്തുടർച്ചക്കാരനായി നീടുന്ന കിന്നാരം ബാധിച്ച ആ വലിയ കൂടിയ കോടി നിന്റെ ശരീരത്തിലില്ലടാ മോനെ. ആ സമയത്ത് അതാ വളരെ വ്യക്തമായി AC-യുള്ള റൂമിൽ കിടന്ന നിനക്ക് അവിടെ AC അല്ല, 7 ഇരട്ടിയായി ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. അതിന്റെ ശക്തമായ ചൂട് നഗ്നമായ ശരീരത്തെ ഏറ്റുവാങ്ങി പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോ മിണ്ടിപ്പോകരുത്. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു. ഇസ്ലാമിനെ തകർക്കാൻ, മുസ്ലിമിനെ പേര് പറയിപ്പിക്കാൻ, ഇസ്ലാമിനെ നാണക്കേടാക്കാൻ, ഇസ്ലാമിക പാരമ്പര്യത്തെ തെറിവിളിപ്പിക്കാൻ, ചില സ്ത്രീധനരഹിത വിവാഹമെന്ന് പേരിട്ട് ആളുകൾക്ക് പുതിയ ആശയം കുത്തിപ്പിടിപ്പിക്കാൻ, എവിടുന്നെങ്കിലും നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന പെണ്ണിനെ അടിച്ചുകൊണ്ടുപോകാൻ, ഈ മാതിരിയൊക്കെ വളം വെച്ചു കൊടുക്കുന്നതിന് നിന്റെ പ്രവർത്തനം കാരണമായി. അതുകൊണ്ട് നിന്നെ വിടില്ല എന്ന് നാളെ ആഖിറത്തിൽ പറയുമ്പോഴാണ് വിരലെ കടിച്ചു മുറിക്കുക. പക്ഷേ രക്ഷയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം.
ഈ മഹല്ലിലുള്ള ആളുകൾ, പരിസരത്തുള്ള ആളുകൾ എല്ലാവരും ഇവിടെ കൂടിയവരുണ്ടല്ലോ, മഹാന്മാരുടെ പേരിലല്ലേ കൂടിയത്. അവർക്ക് തക്ലീഫ് പടച്ച റബ്ബ് കൊടുത്തിട്ട് നിങ്ങളെ ശിക്ഷിക്കാൻ അവരുടെ പ്രത്യേകമായ ഭാഗ്യമായ ആ ഒരു പ്രത്യേക തക്ലീഫ് കൊടുത്ത അല്ലാഹു അനുഗ്രഹിച്ചു പോയാൽ നമ്മുടെ കാര്യം വിഷയമാണ്. കാല് പിടിച്ച് താഴ്ത്തിക്കളയും കേട്ടോ. ഉറൂസിന് വലിയ മഹബത്ത് കാണിച്ച് ഈ മഹാന്മാരുടെ പേരിന്റെ പേരിൽ നമ്മൾ ഇന്നും അന്തസ്സോടെ നിലകൊള്ളുമ്പോ അവരെ കാണിച്ച ജീവിത സൂക്ഷ്മതയുടെ ഒരു പടി പോലും കയറാൻ മനസ്സിലൊരാഗ്രഹം പോലും ഇല്ലാതെ എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ദീനീപരമായ സ്പിരിറ്റ് ഇതിലാണ് മോനെ കാണിക്കേണ്ടത്. നീ ഇതിനു വേണ്ടിയാണ് ധാർമ്മികമായ പോരാട്ടം നടത്തേണ്ടത്. അല്ലാഹുവിന്റെ ദീനാണ് വലുത് കേട്ടോ. പൊരുത്തപ്പെട്ട സ്വത്ത് പെണ്ണിന്റെ ഉപ്പ എന്തെങ്കിലും ഒന്ന് തരുന്നെങ്കിൽ വാങ്ങിക്കുന്നത് ഹറാമെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ പെണ്ണിന്റെ സ്വത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നത് വെറും മാന്യത കുറഞ്ഞ ഏർപ്പാടാണ്. അതുകൊണ്ട് പല പെൺകുട്ടികളെയും കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന പിതാക്കൾക്ക് പരിഹാരം കാണണം. മാത്രമല്ല അങ്ങനെ സ്ത്രീധനം വാങ്ങാതെ കെട്ടുന്ന മാതൃകായോഗ്യരായി നിക്കാഹ് കഴിക്കണം. പക്ഷേ ആ സ്ത്രീധനം ഒരാൾ വാങ്ങിപ്പോയാൽ അതിന് ഹറാമെന്ന് ഹുക്കുമില്ല. അതേ സമയത്ത് ഒരു പെണ്ണിനെ പ്രേമിക്കാൻ ഇറങ്ങിയാൽ അതിനതാ പാശ്ചാത്യൻ ശക്തികൾ, ഇസ്ലാമിന്റെ വിരോധികൾ ലവ് ജിഹാദ് എന്ന് പേരിട്ട് പെട്ടെന്ന് നീതിന്യായ പീഠത്തിന്റെ നീതി ഇപ്പോഴും ശേഷിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കോടതി പറഞ്ഞു ആ ലവ് ജിഹാദ് എന്ന പേര് സ്റ്റോപ്പ്, മേലിൽ അത്തരം പ്രയോഗം പാടില്ല. ഒരു കമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ അപവാദം പാടില്ല. യഥാർത്ഥത്തിൽ കാലിനടിയിൽ നിന്ന് ഇസ്ലാമിന്റെ വളർച്ചക്കനുഗുണമായി മണ്ണിളകുന്ന പാശ്ചാത്യൻ ശക്തികൾ അരിശം തീരാത്തതിന്റെ പേരിൽ ജിഹാദ് എന്ന പദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത ഏത് തോന്നിവാസത്തിനും ഇടുകയാണ്. അങ്ങനെ ലവ് ജിഹാദ് എന്ന് പേര് കൊടുത്ത് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ഇറങ്ങിയവർക്ക് തൽക്കാലം ഒരു തിരിച്ചടിയായെങ്കിലും ആ പിശാച് ഉറങ്ങുകയില്ല. എന്നാൽ മറുഭാഗത്ത് ചിലരോ വഴിവിട്ട പ്രേമം കാണിച്ച ചെറുപ്പക്കാരനെ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ കൊണ്ടുപോകുന്നു. ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹുവിന്റെ ദീനിൽ എവിടെ നിന്ന് കിട്ടി? ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടല്ല ലവ് ജിഹാദ് എന്നൊരു ജിഹാദ് ഇസ്ലാമിൽ ഇല്ലെന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് മതപരിവർത്തനം വരുത്തുന്നത് പുണ്യമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നീ പ്രേമിക്കാൻ പോയ മാർഗമേതാ? വഴിവിട്ട പ്രേമമല്ലേടാ. നീ ആദ്യം അവളോട് സംസാരിച്ചില്ലേ? നിന്റെ നാവ് കൊണ്ട് നീ വ്യഭിചരിച്ചതല്ലേ? നീ അവളെ നോക്കി സൂക്ഷ്മമായി നിന്നില്ലേ? അന്ന് അന്യ പെണ്ണല്ലേ അവൾ. നീ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ഒരു നോട്ടം കാണൽ സുന്നത്താണ്, അത് സൂക്ഷിച്ചൊന്നു നോക്കൽ സുന്നത്താണ്. അത്രയാണോ നീ നോക്കിയത്? നീ അന്ന് നോക്കിയത് എങ്ങനെയാ? നീ അന്യ പെണ്ണിനെയല്ലേ നോക്കിയത്? ഹറാമല്ലേ നിന്റെ കണ്ണുകൊണ്ട് കാണിച്ചത്? അൽ ഐനാനി സിനാഹുമൻ നദർ, കണ്ണിന്റെ നോട്ടം വ്യഭിചാരമല്ലേടാ ചെറുപ്പക്കാരാ. നീ അവളുടെ കൊഞ്ചുന്ന വർത്താനം കേട്ടില്ലേ? അത് നിന്റെ ചെവി കൊണ്ട് വ്യഭിചരിച്ചതല്ലേ? നീ അവളിലേക്ക് നടന്നു പോയില്ലേ? കാലുകൊണ്ട് വ്യഭിചരിച്ചതല്ലേ? കൈകൊണ്ടവളെ തൊട്ടെങ്കിൽ നിന്റെ വ്യഭിചാരം കൈകൊണ്ടും വന്നില്ലേ? ഇങ്ങനെ വ്യഭിചരിച്ച് ആരെങ്കിലും മുസ്ലിമാക്കാൻ നിന്നെ പടച്ചറപ്പേൽപ്പിച്ചോ? ഇസ്ലാമേൽപ്പിച്ചോ? പിന്നെ ഈ തോന്നിവാസം എന്തിനാണ് മോനെ? അല്ലാഹുവിന്റെ ദീന് ഏത് തോന്നിവാസത്തിനും എതിരാണ്. അതുകൊണ്ട് തോന്നിവാസം കാണിച്ചവന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ കൊണ്ടുപോയാൽ നാളെ എനിക്കും ഈ വൃത്തികെട്ട പ്രേമത്തിന് മാതാവും പിതാവിനെയും അനുസരിക്കാതെ ഇറങ്ങിപ്പോകാമെന്ന് നിയ്യത്ത് ചെയ്ത വൃത്തികെട്ട ചെറുപ്പക്കാരനല്ലാതെ അവനെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് ചിന്തിക്കുക, നാം യഥാർത്ഥത്തിൽ ആരോപണത്തെ എതിർത്തത്, ഫാസിസ്റ്റുകളുടെ വാക്കിനെ എതിർത്തത് ഇവിടെ ആവശ്യമില്ലാത്ത ക്രിമിനലുകളെ മുഴുവൻ മതത്തിന്റെ പേരിൽ ചാർത്തുന്നത് കൊണ്ടോ അല്ല. മാത്രമല്ല, കുറെ ആളുകൾ കൂടി ഒരാളെ പിടിച്ചിടിച്ചാൽ ഞാൻ മുസ്ലിമാണേ എന്നയാൾ പറഞ്ഞു. ഞാൻ മുസ്ലിമാണെന്ന് അയാൾ പറഞ്ഞു. അയാൾ മുസ്ലിമാകുമോ? യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണ്ടേ?
ഷഹാദത്ത് കലിമ ചൊല്ലിയാലല്ലേ മുസ്ലിം ആകൂ. മുജാഹിദ് പറയുന്നത് പോലെ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അപ്പോൾ മുസ്ലിം. അതേസമയം ഇവിടെയുള്ള മുസ്ലിം മുഴുവൻ കാഫിർ. ഇതാണ് മുജാഹിദിന്റെ പുതിയ വാദം. എല്ലാവരും മുശ്രിക്ക്. കുമ്പള മുസ്ലിം ജമാഅത്ത് അടക്കം എല്ലാ മുസ്ലിം ജമാഅത്തും മുശ്രിക്ക് ജമാഅത്തുകളാണ്. ഒരൊറ്റ മുസ്ലിം ജമാഅത്തും ഇസ്ലാമിലില്ല. ഇപ്പൊ കുറച്ച് പള്ളികൾ മാത്രമേ ഇസ്ലാം പള്ളിയുള്ളൂ. ഏതാ? ചലപ്പി. ഇതാണ് അവരുടെ വാദം. ഇത് അറേബ്യൻ രാജ്യങ്ങളിൽ ആളുകളെ പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ ഖബർ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞ് മഹാന്മാരെ ആദരിക്കുന്നവരെ മുഴുവൻ കാഫിറുകളാക്കി ചിത്രീകരിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ റൗദ ശരീഫിൽ ചെന്ന് അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനോടാണ് ദുആരക്കുന്നത്. നബി തങ്ങളുടെ മുമ്പിൽ നിന്നാണ് ദുആരക്കേണ്ടത്. ഖുർആൻ പറഞ്ഞു. അങ്ങനെ ദ്വാരക്കുന്ന മലയാളിയെ തിരിച്ചു നിർത്താൻ വരിക കുറച്ച് ആളുകൾ. എന്താ കാര്യം? ഇവിടുന്ന് ചെന്നോ പറഞ്ഞു കൊടുത്തേക്കാ ഇവരെല്ലാവരും ഖബർ ആരാധിക്കുന്നവരാ, മുശ്രിക്കുകളാണ്, പച്ച കാഫിറുകളാണ്. ഇവരെ ഒന്ന് മാറ്റാൻ കോടിക്കണക്കിന് രൂപയും കൊടുക്കുന്നു, എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. പടച്ചവന്റെ വേണ്ടുകയാൽ ഇവിടെ 99% ആളുകൾ ഇന്നും വഴിതെറ്റിയിട്ടില്ല. ഏത് സംഘടനക്കാരായാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണല്ലോ. വളരെ ചുരുങ്ങിയ ആളുകളെ വിദേഹത്തിലേക്ക് പോയിട്ടുള്ളൂ. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് നമുക്കുള്ള പാരമ്പര്യ ഗുണമാ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല, സമയം വൈകുമെന്ന് പേടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകാൻ പാടില്ല. കല്യാണത്തിന്റെ സദസ്സുകളിൽ പോലും ഇസ്ലാമിനെ കുറിച്ച് ചിന്തയില്ല. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചോ നോക്കും. കള്ളു കുടിപ്പിച്ചുകൊണ്ടാണോ? വലിയവൻ കാണിക്കുന്ന എന്ത് തോന്നിവാസത്തിനും ചാടിക്കയറി ചെറിയവനും ചാടി ചാടി നോക്കുക. തെങ്ങി കയറിയിട്ട് നെഞ്ചൊരഞ്ഞ് വീഴുന്ന പോലെ അവൻ താഴെ വീഴും. കടവും മേടിച്ച് കിടവും മേടിച്ച് വലിച്ചയും മേടിച്ച്. എന്നാലും മറ്റവനെ പോലെ ഒന്ന് വിലസി നിൽക്കണമെന്നാണ്. അല്ലാഹു തആല ഒരു പിടുത്തം പിടിച്ചാണ്ടല്ലോ, ഒന്നും ബാക്കി കാണൂല. നമുക്കൊരുപാട് പാഠമില്ലേ? അതിലേറ്റവും വലിയ പാഠം നടന്ന ദിവസമാണ് മൂസ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി താന്ന ദിവസം, മുഹറം 10. ഫിർഔൻ ആരായിരുന്നു? ഏറ്റവും വലിയ ധിക്കാരി ഫിർഔൻ. നമ്മുടെ ആളല്ല, ഉറക്കെ പറഞ്ഞോ ഫിർഔൻ. അവരിവിടെ തകർന്നു തരിപ്പണമായി. അവസാനം വിളിച്ചു പറഞ്ഞു, ആമന്തു ബി റബ്ബി മൂസ വ ഹാറൂൻ. ഞാൻ മൂസാ നബിയുടെ ഹാറൂൻ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചേ. അപ്പൊ തൊണ്ടക്കുഴി റൂഹ് എത്തിക്കഴിഞ്ഞു, ഇനി രക്ഷയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ സമയം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വളരെ കാര്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കാരണം, അപ്രതീക്ഷിതമായി ആ വിഷയത്തിൽ സ്ട്രെസ് ചെയ്യാനുള്ള കാരണം, ഇന്ന് നമ്മൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചൂഷണം ചെയ്തുകൊണ്ട് പുതിയ ആശയക്കാരൻ ചില തട്ടിപ്പുകളുമായി രംഗത്ത് വന്ന് ഈമാനിനെ തകർക്കുകയാണ്. ഒരുപാട് കാലം ഉടലിന്മേൽ തലയുണ്ടാകണം എന്നത് പ്രത്യേകതയൊന്നുമല്ല. പക്ഷേ ഒരു ദിവസമാണെങ്കിലും കൽബിൽ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് നമ്മുടെ ലക്ഷ്യമായി കാണേണ്ടത്. അതിനേറ്റവും പ്രധാനപ്പെട്ട മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക, ഈമാൻ അതുറപ്പിച്ചു നിർത്തുക, വിശ്വാസത്തിൽ ഒരു വെള്ളവും ചേരാതിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് മുഹറം 10മായി ബന്ധപ്പെട്ട് വലിയൊരു വിജയം നടന്നതും ഏറ്റവും വലിയ ധിക്കാരിയെ പിടിച്ച് താഴ്ത്തിയതുമാണ്. ഒരുപാട് വിഷമങ്ങൾ മുഹറം 10-നുണ്ട്. ഒരുപാട് വിഷമങ്ങൾ മുഹറം മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും വിഷമിച്ചിരിക്കണമെന്നില്ല. ഒരുപാട് വിജയങ്ങളും ഉണ്ടായിട്ടായി. മുഹറം 10-ന് കർബല രണഭൂമിയിൽ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇഞ്ചിഞ്ചായി കൊല ചെയ്യാൻ ശത്രുക്കൾ തയ്യാറായ ദിവസമാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള കുടുംബക്കാരെ മുഴുവൻ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തനിമ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ ത്യാഗം വരിക്കാൻ
ഏൽപ്പിച്ചിട്ടല്ലയോ റസൂലുള്ളാഹി യാത്രയായത്? നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ആ കുടുംബത്തെ മുഴുവനും ഇസ്ലാമിന് സമർപ്പിക്കുകയാ. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവര് സന്തോഷം മുഴുവൻ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അനുവദിക്കപ്പെട്ട സന്തോഷത്തിന്റെ മേഖലകളിലൊന്നും കടന്നില്ലെന്നല്ല, എല്ലാത്തിലും ആഖിറത്തിന്റെ ചിന്ത. അലി റളിയല്ലാഹു അൻഹു അതിനെ പറ്റിയ രീതിയിൽ അവരെ സംരക്ഷിക്കുകയാണ്. ബാക്കി 2 മക്കളെ കല്യാണം കഴിച്ച മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമ്മു കുൽസൂം, റുഖിയ്യ റളിയല്ലാഹു അൻഹുമാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ശത്രുക്കളാണെങ്കിൽ ഒരുപാട് വികലമായ ചരിത്രം എഴുതിപ്പോയി. വിദ്യാർത്ഥിന്റെ കക്ഷികൾ എഴുതി, അല്ലാത്ത ചരിത്രകാരന്മാരും എഴുതി. ഒന്നാമത്തെ ആരോപണം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ബദരീങ്ങളിൽ പെട്ടതായി എണ്ണുന്നു. ശരിയാണ്, ബദരീങ്ങളിൽ എണ്ണുമ്പോൾ റസൂലുള്ളാഹി, സിദ്ദീഖുൽ അക്ബർ, ഉമർ, ഉസ്മാൻ, അലി ഇങ്ങനെ എണ്ണുകയാണ്. യഥാർത്ഥത്തിൽ ബദരീങ്ങളിൽ പെട്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു റസൂൽ തീരുമാനിച്ചാൽ പിന്നെ വേറെ ആരാ തീരുമാനിക്കാൻ? എല്ലാം ഒരുങ്ങി റെഡിയായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ യുദ്ധത്തിന് പോകാൻ മുൻനിരയിൽ റെഡിയായി നിൽക്കുമ്പോ നബി തങ്ങൾ ചോദിച്ചു, ഉസ്മാനെ, റുഖിയ്യക്ക് തീരെ സുഖമില്ലല്ലോ ഉസ്മാൻ, വല്ലാത്തൊരു പനി പിടിച്ച് വല്ലാത്ത വിഷമത്തിലാണല്ലോ, ആ റുഖിയ്യയെ ആര് നോക്കും നമ്മളെല്ലാവരും കൂടെ പോയാൽ? അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ എന്തു പറയുന്നോ അതുപോലെ ചെയ്യാം. പടനായകനായി പടക്കളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റെഡിയാണ്, എന്തിനും റെഡിയാണ്. നബി തങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഉസ്മാൻ, അവിടെ നിൽക്ക്, നീ ബദരീങ്ങളിൽ പെട്ടതാണ് ശഫീഉനാ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ നിർത്തി തിരിച്ചു വന്ന ഗനീമത്ത് സ്വത്തിന്റെ വിഹിതവും കൊടുക്കുകയാണ്. ആ തരത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ബദരീങ്ങളിൽ പെട്ടതാണെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ചരിത്രം രചിച്ചവർ, വൈകല്യമുള്ള ചരിത്രം രചിച്ചവർ. അതേസമയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മുഴുവൻ ഈ സമൂഹത്തിന്റെ അഥവാ ഇസ്ലാമിക ബോധനത്തിനു വേണ്ടി സമർപ്പിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വേറെയും തെറ്റിദ്ധരിപ്പിച്ച ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങൾ ഏറ്റവും കൂടുതൽ വികലമാക്കാൻ ശ്രമിച്ച ഒരു ഖലീഫ എന്ന നിലക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആ 2 ഖലീഫമാരെ കുറിച്ചും അലിയാർ തങ്ങളെ കുറിച്ചും ഒരുപാട് മലയാള ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ച് അങ്ങനെ കൂടുതൽ മലയാള ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടില്ല. അറബിയിൽ കുറേയധികം ഗ്രന്ഥങ്ങളുണ്ട്. മലയാളത്തിൽ ഇത് മാത്രമല്ല, അവിടുത്തെ ഭരണ പരിഷ്കാരങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തി ഇവിടെ പകർത്താൻ പുത്തനാശയക്കാരും ഓറിയന്റലിസ്റ്റുകളും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ചരിത്രത്തിൽ സമീപിക്കാൻ പറ്റും എന്നതുകൊണ്ട് വളരെ കൂടുതൽ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കി വളരെ പ്രധാനത്തോടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രതിനിധികളായ ഖലീഫമാരായി 4 പേരെ തെരഞ്ഞെടുത്തതിൽ അഥവാ 4 പേരെ അല്ലാഹു തആല നിശ്ചയിച്ചതിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുമുണ്ട്. പോരാ, എല്ലാവർക്കും ഒരു റഫീഖ് സ്വർഗ്ഗത്തിലുണ്ട്. റഫീഖി ഫിൽ ജന്നത്തി സയ്യിദുനാ ഉസ്മാൻ, എന്റെ സ്വർഗ്ഗത്തിലെ ചങ്ങാതി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണെന്ന് പ്രഖ്യാപിച്ചു. അത്രയും വലിയ മഹാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇനി ഏറ്റവും അവസാനം ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ഇസ്ലാമിന്റെ പാരമ്പര്യം ഇവിടെ നിലനിർത്താൻ വേണ്ടി അവിടുന്ന് നമുക്ക് അവിടുത്തെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാമിന്റെ മാർഗത്തിൽ നമുക്ക് തന്ന മഹാനല്ലയോ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ഈ രാത്രിയിൽ അത് ഒരല്പമൊന്ന് സ്മരിക്കാതെ നമുക്കൊന്ന് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. ആശൂറാ നാളിൻ ശോക ചിന്തകളിലൂടെ ആ മഹാൻ ഇന്നും മനം പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെ ആ വിഷയത്തിൽ കുറച്ചൊന്ന് റാഹത്തായ നിലക്ക് ഒരു ചരിത്രം എഴുതണം എന്നാഗ്രഹിച്ച് സാധുവായ വിനീതനായ ഞാൻ
ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ജന്നത്തുൽ ബഖിയയിലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പശ്ചാത്തലമായി കൊടുത്ത തെക്കൻ കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനമായ ഖാദിസിയ പ്രസിദ്ധീകരിച്ച ആ മഹത്തായ പുസ്തകം വലിയ വിലയാണ്. 1260 പേജുണ്ട്. 90 രൂപ വിലയാണ്. എന്നാലും ഈ മജ്ലിസിൽ ബുക്ക് സ്റ്റാളിന്റെ കമ്മീഷനോ വിൽക്കാൻ വരുന്ന ഈ ജൗഹരിക്ക് പ്രത്യേക കമ്മീഷനോ ഒന്നും കൊടുക്കേണ്ടാത്തതുകൊണ്ട് 50 രൂപയ്ക്ക് ആവശ്യമുള്ളവർക്ക് ഒരെണ്ണം കിട്ടും. കൈ നീട്ടി ആഗ്രഹമുള്ളവർ ഒരെണ്ണം വാങ്ങിയാൽ അറബി ഉദ്ധരണികൾ, ആയത്തുകൾ അടക്കം, ഹദീസുകൾ അടക്കം പരമാവധി അവിടെ ഹറക്കത്തിട്ട് കൊടുത്തുകൊണ്ട് സാധാരണക്കാർക്ക് കൂടി ഉപകരിക്കത്തക്ക നിലയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. വായിക്കുമ്പോൾ അക്ഷരത്തെറ്റുകൾ, പ്രിന്റിംഗ് മിസ്റ്റേക്കിൽ വന്നത് തിരുത്തി വായിക്കണം. മറ്റേതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ കത്തെഴുതി അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്ര ഗ്രന്ഥം ഒരു കോപ്പി കഴിയുന്നവരൊക്കെ വാങ്ങുക. കുറഞ്ഞ കോപ്പി ഇവിടെയുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യരുത്. മഹാനായ സയ്യിദനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അതാ വളരെ വ്യക്തമായും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ആശയത്തിന്റെ പേരിൽ അബലകളായ സ്ത്രീകളെയും പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുത്തെ പുന്നാര പ്രവാചകർ മുഹമ്മദ് മുസ്തഫ ഉപ്പാപ്പയായ റസൂലുള്ളാഹി അവിടുന്നാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണഭൂതരായവരാൻ. ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും സർവ്വ ജലസ്രോതസ്സും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന കിട്ടിയ അനുഗ്രഹമാണ്. എന്നിട്ട് ആ യൂഫ്രട്ടീസിലെ ജലം പോലും നിഷേധിച്ച രംഗമായിരുന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരവസ്ഥ തന്നെ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബിതന്റെ തിരുമുത്തമേറ്റ കവിളുകൾ അന്നസ്ത്രമുന കൊണ്ട് കീറിയേ, ഏറിയിടും ദാഹം കൊണ്ട് തൊണ്ട വരണ്ടപ്പോൾ ഒരു തുള്ളി വെള്ളം നൽകാൻ കെഞ്ചിയേ. സുബ്ഹാനല്ലാഹ്, പാട്ട് പാടാൻ എനിക്കത്ര വശമില്ല. മാത്രമല്ല സൗണ്ട് ബോക്സ് വളരെ കംപ്ലൈന്റിലാണിപ്പോ. ഇവിടുത്തെ മൈക്കല്ല, എന്റെ സൗണ്ട് ബോക്സ്. അതുകൊണ്ട് പാട്ട് പാടിയാൽ ശരിയാവൂല. എന്നാൽ ആ പാട്ടിന്റെ ഈണത്തിലേക്കല്ലല്ലോ, അതിന്റെ ആശയത്തിലേക്കാണ് നമ്മുടെ ഖൽബ് മുഴുവനും എത്തുക. ആരംഭ റസൂലിന്റെ വീര പവിത്രനാം ഹുസൈനാരിൽ രക്തം കൊണ്ട് ചിന്തിയേ, നബിതന്റെ തിരുമുത്തമേറ്റ കവിളുകൾ അന്നസ്ത്രമുന കൊണ്ട് കീറിയേ. ആ മഹാനരായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആരാണ്? നബിതങ്ങളുടെ പേരക്കിടാവാണ്. റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത്, തോളിൽ വന്നിരിക്കുന്ന സമയം സുജൂദ് നീട്ടിക്കൊടുത്തുകൊണ്ട് ആ പൊന്നുമോന്റെ ഇരുത്തം വിശാലമാക്കി കൊടുത്ത ആ മഹാനരായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കവിളിലേക്ക് അതാ അമ്പുകൊണ്ട് മുറിയുകയാണ്. ആ കവിളിൽ നിന്ന് രക്തം വരികയാണ്. കവിള് ഏത് കവിളാ? ആരംഭ റസൂലുള്ളാഹി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളുടെ തിരുമുത്തമേറ്റ കവിളല്ലയോ? അതേ, ആ റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിരസ് ഛേദിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി വെക്കുമ്പോ ആ കവിള് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞവരില്ലേ? ഇത് റസൂലുള്ളാഹിന്റെ കവിളിനോട് ചേർന്ന കവിളാണ്. അതേ, ചുണ്ടിനോട് ചേർന്ന കവിളാണ്. കവിളിനോട് ഉപമിക്കാവുന്ന കവിളാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ആ കവിള് അമ്പും കുറ്റിയേറ്റ് തറച്ചിട്ട് മുറിഞ്ഞുപോയി. ഏറിയിടും ദാഹം കൊണ്ട് തൊണ്ട വരണ്ടപ്പോൾ ഒരു തുള്ളി വെള്ളം നൽകാൻ കെഞ്ചിയേ. ഒരു തുള്ളി വെള്ളം നൽകാൻ
ഏറിയ ദാഹത്തിന്റെ പേരിൽ ഒരൽപ്പ വെള്ളം കുടിക്കാൻ കൊതിച്ചപ്പോൾ ആ വെള്ളം മുക്കാൻ യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസിന്റെ നൈൽ നദിയുടെ ലോകത്തെ സർവ്വ ജലസ്രോതസ്സും ഇവിടെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രിയപ്പെട്ട പൊന്നാര മകൻ ചെറുമകൻ അവർക്ക് വേണ്ടി അല്പ വെള്ളം കൊടുക്കാൻ ആ പൊതുജലത്തിലേക്ക് കൈയിട്ടപ്പോൾ ആ കൈ പോലും വെട്ടിക്കളഞ്ഞ കശ്മലന്മാരായ പട്ടാളക്കാർ പട്ടാളം കൈമലർത്തി കാട്ടിയേ. ആ തരത്തിൽ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ട മഹാനാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. കർബലായുടെ ചരിത്രം പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അതിന്റെ പ്രത്യേകമായ അനുരണനങ്ങൾ മുഹറം 10 ബന്ധപ്പെട്ടതുകൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ആ ഷഹാദത്തിൽ നമുക്കുണ്ടെങ്കിലും ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ കുടുംബത്തെയും ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സമർപ്പിച്ചു. വിശേഷിച്ചും അബലകളായ സ്ത്രീകൾക്ക്, അശരണരായ കുട്ടികൾക്ക് മോചനത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ മുഴുവൻ പണയം വെച്ച, ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച, രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം കൈവരിച്ച നേതാവാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനുഭാവന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ഈമാൻ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കുറച്ചു നേരം കൂടി പറയണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിലും നമുക്ക് നാളെയും വയത് കേൾക്കേണ്ടവരാണ്. ഇനി സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മാത്രമല്ല, നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും വയത് കേൾക്കാൻ വരേണ്ടവരുമാണ്. നിങ്ങളെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നിയമപാലകർ അവരുടെ നിർദ്ദേശമനുസരിച്ച് കുറെ നേരത്തെ നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതുമൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഒറ്റക്കാര്യം മാത്രം, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ നിറഞ്ഞു നിൽക്കുന്ന മജ്ലിസിൽ അവസാനമായി എനിക്ക് പറയാനുള്ളത്, മക്കളെ, നാളെ ആഖിറത്തിൽ 14,74,426 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഇന്ന് നിൽക്കുന്ന സൂര്യൻ ഒരൊറ്റ ചാണിന്റെ ദൂരത്തിൽ നിൽക്കുമ്പോൾ അവിടെ ആ മഹ്ശറാവൻ സഭയിൽ വെച്ച് പുന്നാര റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യുന്നു. ആ ശഫാഅത്തിനെ നിഷേധിക്കുന്ന ബിദ്അത്തുമായി നമുക്ക് ബന്ധമില്ല. മാത്രമല്ല, ആ ശഫാഅത്ത് നിരവധി തവണ ചെയ്തിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂല് സുജൂദിലായി വീഴുമ്പോൾ ഇർഫഅ റസക യാ റസൂലല്ലാഹ് സൽ തുഅത യാ നബിയല്ലാഹ്, തല ഉയർത്തണം നബിയെ, എന്ത് ചോദിച്ചാലും തരാമല്ലോ. ഇത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറയുമ്പോൾ നബി തങ്ങൾ ഇനിയും നരകത്തിലുള്ളവരെ സ്വർഗത്തിൽ തരാതെ എനിക്ക് രക്ഷയില്ല, എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ അവസാനം അല്ലാഹുവിന്റെ മറുപടി, ഖദ് ശഫഅത്തിൽ മലായികത്തു വൽ അംബിയാഉ വൽ ഔലിയാഉ വൽ ഉലമാഉ വസ്സാലിഹൂൻ. അംബിയാക്കന്മാരെ ശഫാഅത്ത് കഴിഞ്ഞുപോയി നബിയെ, ഔലിയാക്കളുടെ ശഫാഅത്ത് കഴിഞ്ഞുപോയി നബിയെ. എല്ലാ സച്ചരിതരുടെയും ശുപാർശ അവസാനിച്ചു നബിയെ. വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ, അർഹമുർ റഹീമീനായ ഞാനല്ലാതെ കണ്ട് ഇനിയാരും ശേഷിക്കുന്നില്ല നബിയെ എന്ന പ്രഖ്യാപനം നടത്തിയിട്ട് ഈമാൻ സർവരെയും സ്വർഗത്തിലേക്കാക്കുന്നു. ആ ഈമാനാണ് ബിദ്അത്തിൽ പോയാൽ നഷ്ടപ്പെടുക. ആ ഈമാൻ നഷ്ടപ്പെട്ടാൽ ആഖിറത്തിൽ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് കേവലം ചില ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്നല്ല, നബിതങ്ങളെ ചെറുതായി കാണുമ്പോ, നബിതങ്ങളെ സാധാരണക്കാരനായി കാണുമ്പോ, ഉമ്മയും വാപ്പയും മുശ്രിക്കാണെന്ന് കാണുമ്പോ, എന്നാ മുശ്രിക്കായ വാപ്പയ്ക്ക് ഇമാമത്തിക്കാവ് ഓടി വരുന്നതാണ്. മരിക്കുമ്പോഴേ കുത്തുബിയത്തിയല്ലേ വാപ്പയാ, ഉറൂസിന് പോയ വാപ്പയാ, വാപ്പ മരിച്ചപ്പോ ഇയാൾ ഓടി വരിക ഡേഞ്ചറിന്റെ സിഗ്നലുമായി മുമ്പിക്കാൻ. ഓടി വരുമ്പോ ബാക്കിയുള്ള ആളുകളൊക്കെ മാറിയിരിക്കും, എന്റെ കൂടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ വാപ്പക്ക് അവസാനത്തെ നിസ്കാരം പോലും കിട്ടിക്കാത്ത മോൻ
അവിടെ ഖുർആൻ ഓതിക്കൂടാ, മംഗളം വരെ വായിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൂടാ. ഇവൻ മുശ്രിക്കാണെന്ന് പറയുന്ന വാപ്പക്ക് എന്തിനാ നിസ്കരിക്കാൻ വരുന്നവൻ? ഖുർആൻ ഓതിക്കൂടാ എന്ന് പറയുന്ന ഇവൻ കൈകെട്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അൽ ഫാത്തിഹ പഞ്ചകത്ത് പോലും അതിന്റെ ഒരു ഫാത്തിഹ പോയത് ആരക്കല, റുക്കൂഉം സുജൂദും ഒന്നും ഇല്ലാത്ത നിസ്കാരം ഈ നിസ്കാരം പമ്പര വിഡ്ഢി. അള്ളാഹു ഒന്നുകിൽ ഹിദായത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ശർറിൽ നിന്ന് നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർച്ചയായും ഈ വിഷയം ഗൗരവത്തോടെ കാണണം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, തസവ്വദ് മിനത്ത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. മോനെ, മുത്തഖീങ്ങളിൽ പെടാനാണ്, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരണമെന്നാണ്. അല്ലാഹുമ്മ ജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ ദുആ കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് മുത്തഖീങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നീ തഖ്വ യാത്രയ്ക്കുള്ള വിഭവമായി കരുതിക്കൊള്ളണം. ഇവിടുന്ന് കൊല്ലം വരെയല്ല, തിരുവനന്തപുരം വരെയല്ല, മറിച്ച് ആഖിറത്തിലേക്കുള്ള യാത്രയ്ക്ക് തഖ്വയാകുന്ന വിഭവം എപ്പോ പുറപ്പെടുമെന്ന് അറിയാൻ പറ്റൂല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. രാത്രി മൂടിയാൽ ഫജ്ർ സാദിഖ് വരെ നീ ജീവിക്കുമോ നിനക്കറിയില്ല മോനെ. ഫകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ളാഹികാ വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര ചെറുപ്പക്കാരാണ് രാവിലെയും വൈകുന്നേരവും നിന്ന് കടത്തിണ്ണകളിൽ നിന്ന് കമന്റ് അടിക്കുന്ന എത്ര ചെറുപ്പക്കാർ. അവര് അതിലെ പോകുന്ന വയസ്സന്മാരെ വിടുന്നില്ല, പർദ്ദയിട്ട സ്ത്രീകളെ വിടുന്നില്ല, കാല് വയ്യാത്ത മുടന്തനെ വിടുന്നില്ല, കണ്ണ് കാണാൻ വയ്യാത്ത ബ്ലൈൻഡിനെ വിടുന്നില്ല. ഇവരെല്ലാവരെയും കമന്റ് അടിക്കുകയാ. നിന്നത് കുമ്പളയിലെ ടെക്സ്റ്റൈൽസിന്റെ മുറ്റത്താ. ആ ടെക്സ്റ്റൈൽസിൽ ഒരു കപ്പോടിനകത്ത് ഇവന്റെ കഫം പുടവ നെയ്യപ്പെട്ടത് അതേ ടെക്സ്റ്റൈൽസിന്റെ കപ്പോടിൽ ഇരുന്നിവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ അറിഞ്ഞില്ല. മണിക്കൂറുകൾ അവൻ നിന്നിട്ട് ബൈക്കെടുത്ത് അതാ ആക്സിലേറ്റർ റൈസ് ചെയ്ത് പോകാനൊരുങ്ങുമ്പോ പെട്ടെന്ന് കൺട്രോള് വിട്ടു. അതാ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. അപ്പ തന്നെ തല പിളർന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓടി വന്ന് കഫം പുടവ വാങ്ങുന്നത് അതേ ടെക്സ്റ്റൈൽസിൽ നിന്നാ. ഇത് ചിന്തിച്ചോ മോനെ. വകം മിൻ സിഗാരിൻ. എത്ര ചെറിയ ചെറിയ കുട്ടികളാണ്. യുർതജാ തൂല ഉംരിഹിം. അവരൊരുപാട് കാലം ഇവിടെ ജീവിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. കോൺഗ്രസ്സുകാരന്റെ മോനാകട്ടെ, ലീഗുകാരന്റെ മോനാകട്ടെ, CPM-ന്റെ മോനാകട്ടെ, BJP-യുടെ മോനാകട്ടെ, ആര് ഏത് എതിര് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും മറ്റേ രാഷ്ട്രീയ പാർട്ടിക്കാരന് ഈ മോനോട് വിരോധമില്ല. അവൻ കുറെ നാൾ ജീവിക്കണം, ചെറിയ കുഞ്ഞ. അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചു ആ കുട്ടിയെ ഒരുപാട് കാലം ജീവിക്കണമെന്ന്. പക്ഷേ وقد أدخلت أجسامهم ظلمة القبر. ഖബറിന്റെ ഇരുളറയിൽ ആ ശരീരം എത്ര പെട്ടെന്ന് പ്രവേശിപ്പിക്കപ്പെട്ടു. വകം മിൻ അറൂസിൻ സയ്യനുഹാ ലിസൗജിഹാ. എത്ര പുതിയാപ്പളമാർ, എത്ര പുതിയ പെണ്ണുങ്ങൾ അവരെ സ്വന്തം ഇണയ്ക്ക് വേണ്ടി അണിയിച്ചൊരുക്കി. وقد قبضت أرواحهم ليلة القدر. ലൈലത്തുൽ ഖദ്റിൽ അവരുടെ റൂഹ് പിടിക്കപ്പെട്ടു പോയി. ഏത് ലൈലത്തുൽ ഖദ്റാ? റമദാൻ 27 ലൈലത്തുൽ ഖദ്ർ അല്ല, നിർണായക രാത്രി. അവരുടെ നിർണായക രാത്രി, പ്രഥമ രാത്രി. അല്ലെങ്കിൽ നാളെ കല്യാണം നടക്കാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരുടെ റൂഹ് പിടിക്കപ്പെട്ട എത്ര ചരിത്രമാണുള്ളത്. നീ അത് ആലോചിക്കുന്നില്ലേ മോനെ? വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് രോഗം കൂടാതെ പിടഞ്ഞു വീണ് മരിക്കുന്നത്. വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. എത്ര രോഗികളാണ് ഇങ്ങനെ കാലങ്ങളായി വീട്ടിൽ കട്ടിലിൽ മരിക്കാതെ കിടക്കുന്നത്.
ഇതെങ്കിലും ചിന്തിച്ച് ആഖിറത്തെക്കുറിച്ച് ആലോചിച്ച് എപ്പോൾ പടച്ചവൻ വിളിച്ചാലും പോകാൻ റെഡിയായി, കടബാധ്യതകളില്ലാതെ, സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലാതെ, അല്ലാഹുവിന്റെ ദീനിനെ സൂക്ഷിച്ച് എല്ലാ ജാതി ജനങ്ങളും നല്ല അഭിപ്രായം രേഖപ്പെടുത്തി എല്ലാവരും ദ്വാരപ്പിക്കാൻ വന്ന് ജീവിച്ച മഹാന്മാരുടെ ഉറൂസിൽ നമ്മളെത്തുമ്പോൾ ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകണം. അതിലേറ്റവും പ്രധാനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ സുന്നത്ത് ജമാഅത്ത്. അതിൽ നിന്ന് അണുകിട വ്യതിചലിക്കരുത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത് പറയേണ്ടി വന്നില്ല, കാരണവന്മാരായ ആളുകളുടെ അടുത്തും അത്ര സ്ട്രെസ് ചെയ്ത് പറയേണ്ടതില്ല. അതേസമയം പുതിയ തലമുറ മതവിദ്യാഭ്യാസ രംഗത്തു സമയം ലഭിക്കാതെ വളർന്നു വരുമ്പോൾ യുക്തിവാദത്തിനനുസൃതമായി പലതും രൂപപ്പെടുത്തിയെടുക്കുന്ന വാപ്പയും ഉമ്മയും ഉസ്താദും സമൂഹത്തിലെ മുതിർന്നവരും ഒരു ബാധ്യതയായി മാത്രം കണ്ട് അവരെ ഒരിക്കലും പരിഗണിക്കാതെ പറന്നുയരണമെന്ന് ആലോചിക്കുന്ന വൃത്തികെട്ടൊരു തലമുറ ഇന്ന് വളർന്നു വരികയാണ്. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ പാപങ്ങളെയും നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. കൊളസ്ട്രോൾ കൊണ്ട്, ഷുഗർ കൊണ്ട്, അതുപോലെ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹ് ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും നീ മാറ്റിത്തരണേ റഹ്മാനെ. പടച്ചവനെ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, അത് നീ അവർക്ക് മാറ്റിക്കൊടുക്കണേ റഹ്മാനെ.